നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്ത് വധശിക്ഷ കഴിഞ്ഞ വർഷം 53% വർദ്ധിച്ചതായി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇറാനിലും സൗദി അറേബ്യയിലുമാണ് വൻതോതിൽ ഇതിൽ വർധനവുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞത്. കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം. നിരവധി ആളുകളുടെ ജീവന് ഭീഷണിപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കിയെന്നായിരുന്നു സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ദ അറ്റ്ലാന്റിക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് തീവ്രവാദ കേസിൽ ഉൾപ്പെട്ട 5 പേരുടെ വധശിക്ഷ നടപ്പാക്കിയത്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഒരു സൗദി പൗരന്റെ കൂടി വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ്. ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുകയും ഭീകരാക്രമണ പദ്ധതികൾ അറിഞ്ഞിട്ടും മറച്ചുവെക്കുകയും ചെയ്ത സ്വാലിഹ് ബിൻ സയ്യിദ് ബിൻ അലി അൽ കർബി എന്നയാളെയാണ് കഴിഞ്ഞ ദിവസം മക്കയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുകയും ഭീകര സംഘത്തിൽ ചേരുകയും ചെയ്തതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. സൗദി യമൻ അതിർത്തിയിലെ അൽവദിയ ചെക്ക് പോസ്റ്റിലും ഷറൂറ ജനറൽ ഇൻവെസ്റ്റിഗേഷൻ ആസ്ഥാനത്തിന് നേരെയും ആക്രമണം നടത്താനുള്ള പദ്ധതികളെക്കുറിച്ച് പ്രതിക്ക് അറിയാമായിരുന്നു. ഇതിൽ പങ്കെടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ മറച്ചുവെച്ചതായും കണ്ടെത്തി. യമനിൽ ആയുധ പരിശീലനത്തിൽ ഏർപ്പെടുകയും പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തതായും തെളിഞ്ഞു. ഭീകരവാദ പ്രവർത്തനം, കൊലപാതകം, മതനിന്ദ, ബലാത്സംഗം, രാജ്യവിരുദ്ധ പ്രവർത്തനം, വൻതോതിലുള്ള മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് സൗദിയിൽ വധശിക്ഷ ലഭിക്കും. വിചാരണ കോടതികളും പരമോന്നത കോടതിയും ശിക്ഷിച്ചാൽ സൗദി റോയൽ കോർട്ടിൽ ദയാഹർജി സമർപ്പിക്കാം. രാജാവിന്റെ ഉത്തരവ് കൂടി വരുന്നതോടെയാണ് വധശിക്ഷ നടപ്പാക്കുക. 2022 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം 81 പേരുടെ വധശിക്ഷ സൗദി അറേബ്യ നടപ്പാക്കിയിരുന്നു. കൊലപാതകം, തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയവ ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ടവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. സമീപകാലത്തെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷയാണ് രാജ്യത്ത് നടന്നത്. ഇതിനു മുൻപ് 2016 സൗദിയിൽ കൂട്ട വധശിക്ഷ നടപ്പാക്കിയത്. പ്രതിപക്ഷ നേതാവായ ഷിയ പുരോഹിതൻ ഉൾപ്പെടെ 47 പേരെയാണ് അന്ന് സൗദി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. ഭീകരവാദ കേസുകളിൽ 2001 67 വധശിക്ഷകളും 2020 27 വധശിക്ഷകളും നടപ്പാക്കിയിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേർന്ന വ്യതിചലിച്ച വിശ്വാസങ്ങൾ പുലർത്തുന്നത് സൗദിയിൽ കുറ്റകരമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ, ഹൂതികൾ തുടങ്ങിയ വിദേശ ഭീകര സംഘടനകളോട് കൂറ് പ്രഖ്യാപിച്ച് അനുസരണ പ്രതിജ്ഞ എടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.